അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഈ ലോകത്ത് അള്ളാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ടൊരു പള്ളി കെട്ടി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം അർശിന്റെ നേരെ താഴെ ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് ഒരു പള്ളി കെട്ടി ഇബ്രാഹിം നബി. തന്റെ പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം രണ്ടുപേരും പ്രവാചകന്മാരാ. ഇബ്രാഹിം നബിയുടെ മദ്ഹ് പറയുന്നില്ല ഞാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണെന്ന് പഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി. ഇസ്മായിൽ നബിയോ? ഇസ്മായിൽ നബി ആരാണെന്ന് പഠിക്കണം പെങ്ങളെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഹാജറ എന്ന് പറയുന്ന പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും ആ ചോര കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ആ മലഞ്ചെരിവിൽ കൊണ്ടുപോയി സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകൾക്ക് നടുവിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇബ്രാഹിം നബി പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയോട് പറഞ്ഞു കുഞ്ഞിനെ എടുക്കാൻ. എടുത്തു. രണ്ടുപേരും കൂടെ പോയി സഫാ മർവ എന്ന് പറയുന്ന മലഞ്ചെരിവിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ട് തിന്നാനുള്ള വെള്ളവും ഭക്ഷണവും കുറച്ച് കാരക്കയും കൊടുത്തിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോകുകയാണ്. നീയൊക്കെ പഠിക്കണം. കൊറോണ വന്നപ്പോ വിറച്ച നീയൊക്കെ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവിയെയും മകനെയും ഇറക്കി വിട്ടിട്ട് എവിടെ? ഒരു പറവ പോലും ഇല്ല. വീടും മനുഷ്യരും പോയിട്ട് വന്യമൃഗങ്ങൾ, 2 വനങ്ങൾ കൊണ്ടുപോയി ആ പാറക്കെട്ടുകൾക്ക് ഇടയിൽ ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി മുന്നോട്ട് പോകുമ്പോ ഹാജറ ബീവി പ്രസവിച്ചടക്ക ചോദിച്ചേ, ചങ്ങായി നിങ്ങൾ എവിടെ പോവാ? മിണ്ടണില്ല. നിങ്ങൾ എവിടെ പോവാ? മിണ്ടണില്ല. അവസാനം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അള്ളാന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ? അള്ളാഹുവിന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാന്റെ തീരുമാനമാണ്. എന്നാ പൊക്കോളെ. എന്നാ തിരിഞ്ഞു പോലും നോക്കണ്ട, പൊക്കോളെ. നീ പഠിക്കണം. ഒന്നുമില്ലാതെ നിനക്ക്, 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്ന നിനക്ക് അള്ളാഹു ഒരു 5 സെന്റ് സ്ഥലം തന്നു. ഉള്ള പൈസ കൊണ്ട്, ഹലാലായ പൈസ കൊണ്ട് നീ ഒരു തറ കെട്ടി. കുറച്ചു കഴിഞ്ഞപ്പോ അതൊന്ന് വാർക്കാൻ തോന്നി, വാർത്തു. അപ്പൊ അൽഹംദുലില്ലാഹ് മഴ പെയ്താൽ നനയാതെ കിടക്കാനുള്ളതായി. അതുവരെ ഒരു 5 നയാ പൈസ പലിശയുമായി ബന്ധപ്പെട്ടത് ആ വീടിനകത്ത് ചെലവഴിച്ചിട്ടില്ല. അവസാനം നീ എന്തു പറയും? ഇക്ക, ഇതൊന്ന് ക്ലിയർ ആക്കി തന്നാൽ അകത്ത് കയറാൻ പറ്റും. മോളെ പൈസ ഇല്ല മോളെ, ലോൺ എടുക്കുക, പലിശക്കെടുക്കുക. എന്നാൽ ഇത്രയും തന്ന അള്ളാഹുവിന് വാക്ക് കൂടെ തരുമെന്നുള്ള ഒരു വിശ്വാസം നിനക്കില്ലാതെ പോയി. മനസ്സിലാക്കേണ്ടത് അവിടെ. ഹാജറ ബീവി പറഞ്ഞു, അള്ളാഹ് പറഞ്ഞ പൊക്കോ. പോയി. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ കാണാൻ തിരിച്ചു വന്നു. അള്ളാഹു അനുവാദം കൊടുത്തു. അങ്ങനെ മകനെ കാണാൻ വന്നപ്പോ മകനും വാപ്പയും കൂടെ എപ്പോ നോക്കിയാൽ ഇങ്ങനെ വിരളി പിടിച്ചിട്ട് നടക്കും. ആ മോനെ ഇബ്രാഹിം നബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പ ഒരാഴ്ചത്തെ 1 മാസത്തെ ലീവിന് വരുമ്പോ എല്ലാം കാണും കയ്യിലിട്ടുണ്ട് എവിടെയും. ഇതുപോലെ ഇപ്പൊ വാപ്പായും മോനും തമ്മിൽ വലിയ സ്നേഹം കണ്ടപ്പോ അള്ളാനൊന്ന് പിടിച്ചില്ല. അള്ളാഹ് വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ 11 വയസ്സ് പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ ചാരത്ത് ഒരു ദിവസം രാവിലെ വന്നു. നിങ്ങൾ ചിന്തിക്കണം, 11 വയസ്സുകാരനായ മകന്റെ അടുക്കൽ വാപ്പ രാവിലെ വന്നിട്ട് ചോദിക്കുകയാ, മോനെ, വാപ്പ ഒരു അഭിപ്രായം ചോദിക്കുകയാ. 11 വയസ്സുള്ള ഒരു മകനോട് വാപ്പ അഭിപ്രായം ചോദിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് 25 വയസ്സുള്ളവനോട് ചോദിക്കുവോ? ഇന്ന് 25 വയസ്സുള്ളവനോട് ചോദിക്കുവോ? നിങ്ങൾ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 11 വയസ്സുകാരനോട് ചോദിച്ചു, മോനെ, വാപ്പച്ചി ഒരു സ്വപ്നം കണ്ടു, അള്ളാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാ, നിന്റെ അഭിപ്രായം എന്താ? അള്ളാഹു നിന്നെ ഊട്ടിക്ക് കൊണ്ടുപോകാനല്ല, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹ് പറഞ്ഞിരിക്കുക, നിന്റെ അഭിപ്രായം എന്താ? അള്ളാഹ് പറയുന്നത് അനുസരിക്ക് വാപ്പ. അതാ മക്കള്, അതാണ് മക്കള്. നിനക്കറിയോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച കഥ പറയുന്ന ആമിന ഇബ്രാഹിം നബി തന്റെ പൊന്നുമകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ മകൻ വാപ്പാനോട് പറഞ്ഞു കൊടുത്തു, എന്നെ അറുക്കുന്ന സമയത്ത് എന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം വാപ്പ അറുക്കാൻ. എന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് വേണം വാപ്പ അറുക്കാൻ. അതെന്തേ മോനെ? ഉപ്പായിക്ക് എന്റെ മുഖം കണ്ട അറക്കാൻ പറ്റൂല.
എന്നോട് അത്രയും സ്നേഹമല്ലേ. ഉപ്പായ്ക്ക് എന്റെ മുഖം കണ്ട ഉപ്പാക്ക് അറുക്കാൻ പറ്റൂല, അതുകൊണ്ട് ഉപ്പ എന്റെ തല തിരിച്ചു വെക്കണം. ഉപ്പാ എന്റെ കയ്യും കാലും കെട്ടണേ വാപ്പ അറക്കണ സമയത്ത്. അതെന്തേ മോനെ? വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ കയ്യും കാലും ഇട്ട് അടിച്ചാ നിങ്ങള് കൈ വിറയ്ക്കും, അറക്കൂല. നിങ്ങള് അള്ളാന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കൂല, അതുകൊണ്ട് കയ്യും കാലും കെട്ടിയിടണം. ഉപ്പാ എന്നെ അറക്കുന്നതിന് മുമ്പ് എന്റെ വസ്ത്രം ഊരണേ. എന്തേ മോനെ? ഉമ്മ കുളിപ്പിച്ചിട്ട് തന്നതല്ലേ, ഇതിനകത്ത് എന്റെ രക്തം പറ്റിയ ഉമ്മയ്ക്ക് സഹിക്കൂല. നാലാമതായിട്ട് ഇസ്മായിൽ നബി പറഞ്ഞു കൊടുത്തു. തിരിച്ചു പോകുമ്പോ ഉമ്മ ചോദിക്കും ഞാൻ എന്തേന്ന്. എന്റെ ഉമ്മാനോട് പറയണം സ്വർഗത്തിൽ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞു. അതാ മക്കള്, അതാണ് മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിന്റെ മക്കളോ? ഇന്നലെ ഞാന് മുടി വെട്ടാൻ ഒരു കടയിൽ പോയി. മുടി വെട്ടാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പോ അല്ലാഹുവേ, വേണ്ട, പെണ്ണുങ്ങളുടെ ഇറച്ചി തിന്നതല്ല, ഞാനൊരു ഉദാഹരണം പറയാം. രണ്ട് താത്താമാര് ഫർദയും ഹിജാബും ഇട്ടിട്ട് ഇത്രയും ഔറത്ത് മറക്കണ പെണ്ണുങ്ങളുണ്ടോന്ന് എനിക്ക് തോന്നിപ്പോയി. രണ്ടുപേരും കൂടെ മുടിവെട്ടുന്ന കടയിൽ വന്നു. ഒരു 12 വയസ്സ് വരെ ഒരു ചെറിയ മോൻ, അവൻ അങ്ങോട്ട് വന്നിരുന്നിട്ട് പറഞ്ഞു കൊടുക്ക, ഇങ്ങനെ മുകളിലോട്ട് വെട്ടാൻ. എന്തായില്ലേ, എന്തായില്ലേ പടച്ചവനെ. ഉമ്മ വലിയ മഹദിയായിട്ട് നടക്കാ, മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? ഇത് പറയുമ്പോ പറയൂ ഉസ്താദേ, ഞങ്ങള് പറഞ്ഞ അനുസരിക്കൂല. നിന്നെ ഏത് മടല് വെട്ടി തല്ലണം പെണ്ണെ. സ്വന്തം 10ഉം 15ഉം വയസ്സുള്ള മകന്റെ മുടി വെട്ടിക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിയുന്നില്ല. നീയാ ഇവിടെ ലോകം മറിക്കാൻ പോകുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. എല്ലാം തൊപ്പിയിട്ടിരിക്കുക, ആരും ഊരല്ലേ. ചിലപ്പോ ഞാൻ എന്തെങ്കിലും പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുടി ഇങ്ങനെ പറന്ന് നടക്ക, പറവയെ പോലെ. ഓട്ടെ, ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒരു പള്ളി കെട്ടി. അതിനേക്കാളും വലിയ പുണ്യമില്ലല്ലോ. പള്ളി കെട്ടിയിട്ട് അള്ളാനോട് ചോദിച്ചത് സ്വർഗം താ എന്നല്ല. ഇബ്രാഹിം നബിയും തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇവര് രണ്ടും കൂടെ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി. ആ പള്ളി പണിതിട്ട് റബ്ബിനോട് പറയുകയാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് സ്വർഗം തരണമെന്നല്ല പറഞ്ഞത്. എന്തേ പറഞ്ഞത്? നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഞങ്ങളെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മുസ്ലിമായിട്ട് വേണം മരിപ്പിക്കാൻ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്ന പെങ്ങള്, ഇസ്മായിൽ നബി കുറപ്പില്ലായിരുന്നു വാപ്പാ. അവിടെ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ തമ്പുരാന്. ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കടന്നു പോകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം, ഖുർആൻ അറിയുമെങ്കിൽ എടുത്തു നോക്കടാ. റബ്ബികദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. യൂസുഫ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, തവഫനി മുസ്ലിമാ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലോ. എനിക്ക് അധികാരമല്ല വേണ്ടത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിപ്പിക്കണേ അല്ലാ. രണ്ട് പ്രവാചകന്മാര് മക്കളോട് വസിയത്ത് ചെയ്യുകയാണ്. വബസാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ പൊന്നാര മക്കളോട് വസിയത്ത് ചെയ്ത് കൊടുക്കുകയാ, മുസ്ലിമായിട്ടേ മരിക്കാവോ, ഈമാനോട് കൂടിയേ മരിക്കാവോ. എന്തിനാ പെങ്ങള്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ,
സ്വർഗ്ഗം തുറക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ കരയുന്ന കരച്ചിൽ കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. എന്താണ് നബി പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് എന്താണ്? ആയിഷ ബീബി അടുത്ത് ചെല്ലുമ്പോ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീതി ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി പോലും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ നൂലിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പട്ടം പോലെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാത്രി സുജൂദി കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. എന്താ പറയണത് എന്ന് ചെന്ന് നോക്കുമ്പോ പറയ, അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ, ഹൃദയങ്ങളും മറിച്ചു കളയുന്ന റബ്ബേ, നീ എന്റെ ഈമാൻ നീ നിലനിർത്തണേ അല്ലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമില്ലേ, നിങ്ങൾക്ക് ഉറപ്പില്ലേ? എങ്ങനെ ഉറപ്പ് വരാനാ? പട്ടം നൂലിൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ ആ മനുഷ്യന്റെ ഹൃദയം. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും പറക്കാം. പൊന്നാര താത്താമാരെ, അള്ളാഹുവിനെ ഭയന്ന് 5 നേരം നിസ്കരിച്ച് നടന്ന എത്രയോ പേര്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ സ്വഹാബികൾ, ആ സഹാബികളിൽ പലരും കാഫിറായിട്ട് മരിച്ചുപോയില്ലേ? അത്രയൊന്നും ഇല്ലല്ലേ നിങ്ങള്? റസൂലുള്ളാഹി തങ്ങളുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് പ്രവാചകന്റെ പുറകെ നടന്ന് മുത്തുനബിയുടെ പുറകിൽ നിന്ന് നിസ്കരിച്ച സഹാബി ഈമാനില്ലാതെ ചത്തുപോയില്ലേ? എത്രയോ സയ്യിദന്മാര്, വലിയകൾ. അള്ളാഹുവിന്റെ ഖുർആൻ നോക്ക്, ബല്ലാഗ് ഇബ്നു ബാഗൂറ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നു. പട്ടിയെ പോലെ ചത്തുപോയെന്നാണ് അള്ളാഹ് പറഞ്ഞത്. സാധാരണ ആളൊന്നുമല്ല. ബല്ലാഗ് ഇബ്നു ബാഗൂറ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ച അപ്പൊ തന്നെ കിട്ടും. അങ്ങനത്തെ മഹാൻ പട്ടി ചാപന്നത് പോലെ ചത്തുപോയി. ഹാഫിളീങ്ങൾ, അള്ളാന്റെ ഖുർആൻ ചുമന്നുകൊണ്ട് നടന്നവർ, 114 അധ്യായങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നവർ ഈമാനില്ലാതെ മരിച്ചുപോയില്ലേ? പെങ്ങളെ, ഒറ്റ നിമിഷം മതി, ജീവിതത്തിലെ ഒരൊറ്റ നിമിഷം മതി. എന്തെങ്കിലും മാരക രോഗങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോ ഒരൊറ്റ കയറെടുത്ത് ഫാനി തൂങ്ങി ചത്തുപോകുന്നില്ലേ എത്രയോ പേർ? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ നിമിഷം കൊണ്ട് നീ തന്നെ ചിന്തിക്കും, ഇതെന്തിനായി മനുഷ്യൻ ഇങ്ങനെ ചെയ്തേ, എന്തിന്റെ പേരിലായി മനുഷ്യൻ ഇങ്ങനെ ചെയ്തേ? നമ്മൾ അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരുന്ന കാലം മുഴുവനും അള്ളാനെ മറന്ന് പാപം ചെയ്ത് കള്ളു കുടിച്ചു പെണ്ണു പിടിച്ച് നടന്ന എത്രയോ പേര് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മുസ്ലിമായിട്ട് മരിച്ചുപോയ എത്ര പേരുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടി വന്നു. ശത്രുവാ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആകണം, എനിക്ക് മുസ്ലിം ആകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ ചോദിച്ചു, ഇത്രയും നേരം ഞാൻ അവിടെ ആയിരുന്നു, ഇപ്പൊ ഞാൻ മുസ്ലിമായി, ഞാൻ ഇപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ട് ഞാൻ മരിച്ചുപോയ എന്ത് കിട്ടും? സ്വർഗം കിട്ടും, നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടും. ആ മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി, നിമിഷങ്ങൾക്കുള്ളിൽ ഷഹീദായി. ഒരു സുജൂദ് പോലും ചെയ്തില്ല ജീവിതത്തിൽ ഒരു സുജൂദ് പോലും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. മുസ്ലിമായി മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം ഷഹീദായി. അമലുഹു ഖലീൽ അജ്റുഹു കസീർ. ഭാഗ്യവാൻ, ചെറിയ സൽക്കർമ്മം, പക്ഷേ വലിയ പ്രതിഫലം കിട്ടിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ ഓർമ്മപ്പെടുത്തിയതാ. നമുക്ക് ചില തോന്നലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ കടന്നു വന്നപ്പോ ചില സ്വഹാബികൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മം കണ്ടിട്ട് ഒരുത്തന് നെളിയണ്ട. പള്ളി കെട്ടി കൊടുത്തെന്നോ, ഹജ്ജ് ചെയ്തെന്നോ, പൈസ കൊടുത്തെന്നോ, പാവങ്ങളെ സഹായിച്ചെന്നോ, ശരീരം മറച്ച് നടന്നെന്നോ, വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് നീ ഒന്നും നെളിയണ്ട. ഇതൊക്കെ റബ്ബ് സ്വീകരിച്ചോ എന്ന് നിനക്ക് തന്നെ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, എന്തൊക്കെ നീ വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ സമയത്ത് നിന്റെ നാവ് പൊങ്ങണമെങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഈ പള്ളിയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് പച്ചത്തെറി വിളിക്കാം. ആർക്ക് വേണമെങ്കിലും എന്തും പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ നാവ് പൊക്കിയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെങ്കിൽ അത് അല്ലാഹ് തന്നെ വിചാരിക്കണം. അത് അല്ലാഹ് വിചാരിക്കാതെ ഒരു മനുഷ്യനും അത് പറഞ്ഞു മരിക്കാൻ പറ്റൂല. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറാമി പോരാ, ഉറക്കപ്പറ. അള്ളാഹുവെ, ആരെല്ലാം ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ഉറക്ക ആമീൻ പറയുന്നുണ്ടോ, ഈ ആമീൻ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇവിടെ പറയാമി. അപ്പൊ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഒരു എളുപ്പ വഴി. പൊക്കറോ, ബക്കറ്റ് എടുക്കണോ? ബക്കറ്റ് ഉണ്ടാ? എന്താ ശംസു, ബക്കറ്റ് ഉണ്ടാ? ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ബക്കറ്റ് ഇട്. ബക്കറ്റ് വിരിവില്ലേ? പെട്ടെന്ന് ആ പൊക്കിയ കൈ പോക്കറ്റ് ഇട്. ആദ്യം ഇത് പറ്റുമോ നോക്കട്ടെ. ആദ്യം നിന്നെ കൊണ്ട് ഇതെങ്കിലും ചെയ്യാൻ. ഇപ്പൊ നിന്റെ അടുക്ക ഇബ്ലീസ് വരും. നിന്റെ അടുക്കൽ ഇപ്പൊ ഇബ്ലീസ് വരും. 1 രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. 70 എണ്ണത്തിനെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദഖ കൊടുക്കാൻ പറ്റൂന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നീ ശൈത്താനെ പരാജയപ്പെടുത്തിയാൽ നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ മരിച്ചുപോയ വാപ്പ, നിന്റെ മരിച്ചുപോയ ഉമ്മ, ഇവരുടെ രൂപത്തിലായി ഇബ്ലീസ് വരുന്നത്. നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ അവരുടെ രൂപത്തിൽ അടുത്ത് വന്നിരുന്നിട്ട് പറയും ഇത് പറയരുതെന്ന്, ഇത് പറയരുതെന്ന്. ഇന്ന് ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടിട്ട് അവനെ പരാജയപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ആ മരണ സമയത്ത് നമുക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പോക്കറ്റി കൈയിട്, പോക്കറ്റി കൈയിട്. ഒന്നുമില്ലെന്ന് നിനക്കറിയാം, എങ്കിലും ഇട്ടു നോക്ക്, ഇട്ടതിന്റെ പ്രതിഫലം കിട്ടും. സഹോദരി, പൈസ ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. കയ്യിൽ കിടക്കണ സ്വർണം ബക്കറ്റിന്റെ ഇന്ന് ആരെങ്കിലും ഞാൻ ചോദിക്കുമ്പോ ഊരി തരുന്നതിനെക്കാളും പ്രതിഫലം ബക്കറ്റിന്റെ അകത്ത് ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? പെങ്ങളെ, അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല, അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ബക്കറ്റുമായി പള്ളിക്ക് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ പണി പൂർത്തിയായിരിക്കുകയാണ്. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ബാധ്യത വീട്ടണമല്ലോ, അതിന്റെ കടങ്ങളൊക്കെ വീട്ടണമല്ലോ. അതുകൊണ്ട് പടച്ചവനെ, പ്രതിഫലമുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. അതിന്റെ പ്രതിഫലം അല്ലാഹു മരിക്കുന്ന സമയത്ത് കാണിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഒരു നല്ല മരണം തരണേ അല്ലാഹ്.
അതുകൊണ്ട് ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. എപ്പോഴല്ലാഹുവിനോട് ദുആ ചെയ്താൽ നമ്മളൊക്കെ റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ. ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവനോട് സ്വർഗം ചോദിക്കുമല്ലോ, നരകമോചനം ചോദിക്കുമല്ലോ, ജോലി ചോദിക്കുമല്ലോ, സമ്പത്ത് ചോദിക്കുമല്ലോ, മക്കളെ ചോദിക്കുമല്ലോ, രോഗശമനം ചോദിക്കുമല്ലോ, സമാധാനം കിട്ടാ ദുആ ചെയ്യുമല്ലോ. എല്ലാവരും അല്ലാഹുവിനോട് അവരുടെ ആവശ്യങ്ങൾ പടച്ചവനോട് പറയുമല്ലോ. പക്ഷേ ഈ പറയുന്നതിന്റെ ഇടയില്, ഈ ദുആ ചെയ്യുന്നതിന്റെ ഇടയില് ഒന്നുകൂടെ പറയണേ, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, എപ്പോ ദുആ ചെയ്താലും പണം വേണോ, സ്വർഗം വേണോ, സമ്പത്ത് വേണോ, അഭിവൃദ്ധി വേണോ, ബർക്കത്ത് വേണോ, മക്കളെ വേണോ, ഭാര്യ വേണോ, നല്ല ജീവിതം വേണോ, എന്തു വേണമെങ്കിലും ചോദിച്ചോ. പക്ഷേ ഒന്നും മറക്കല്ലേ, ഒരെണ്ണം ചോദിക്കാൻ മറക്കല്ലേ, അല്ലാഹുവേ തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ദുആ ചെയ്യണം സഹോദരാ, എളുപ്പത്തിൽ പറ്റുന്ന കാര്യമല്ലേ. ദുആ ചെയ്യുമ്പോ നീ പറയണം, അല്ലാഹുവേ ഒരു നല്ല മരണം തരണേ അല്ലാ. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് പൈസ ചെലവില്ല, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരാം. ഞാൻ നിങ്ങൾക്കൊരു ദിക്റ് പറഞ്ഞു തരാം. ഈ ദിക്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു. നാളെ ഈ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ച നിനക്ക് സ്വർഗ്ഗം ഉറപ്പാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരുന്ന ഈ ദിക്റ് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ, നീ നാളെ സുബഹിക്ക് മുമ്പ് മരിച്ച നീ സ്വർഗത്തില. നീ കള്ളുകുടിയനാണോ, പെണ്ണുപിടിയനാണോ, എങ്ങനത്തവനാണോ, ഈ പറയുന്നത് ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ നിനക്ക് സ്വർഗം ഉറപ്പാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ, പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ഇത്ര ആവശ്യം? നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈമാനുള്ള 10:30 ഇൻഷാ അല്ലാഹ്, 1/2 മണിക്കൂറുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്തതിലേക്ക് കടക്കുന്നതിനേക്കാളും നല്ലത് ഇത് പരിപൂർണമായി പറയാം. ഈമാനുള്ള മരണം വേണോ? വേണോ? നല്ല മരണം വേണോ? നല്ല മരണം കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. നല്ല മരണം കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ. ബുദ്ധിമുട്ട്, കാല് നല്ല വേദന എടുക്കുന്നു. ഈ കസേര
അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇന്നലെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കാലൊന്ന് സ്ലിപ്പായതാ, നല്ല നീരുണ്ട്, വേദനയുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം കിട്ടാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം. പക്ഷെ അത് ചെയ്യൂലേ? ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ പോട്ടെ ഇന്നത്തെ ദിവസം രാവിലെ സുബഹി മുതൽ ഈ 10:30 വരെ സമയമുണ്ട്. ഇതിനിടയിൽ അള്ളാന്റെ ഖുർആൻ കൈകൊണ്ട് തൊട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ മനസ്സിലാക്കേണ്ടതാ, ഇന്നത്തെ ദിവസം പത്രം വായിച്ചവര് കൈവെക്കാൻ പറഞ്ഞാൽ രണ്ടും പൊക്കും. കാരണം 2 വായിച്ചിട്ട് TV കണ്ടവരൊക്കെ പൊക്കാൻ പറഞ്ഞ നമ്മൾ പൊക്കും. നമുക്കതാ ഖുർആനുമായിട്ട് നമുക്കുള്ള ബന്ധം അതാ മനസ്സിലാക്കണ്ടേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എന്തേ പ്രതിഫലം? ഖുർആൻ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. എല്ലാരും പറയും എനിക്ക് ഓതാൻ അറിയില്ലെന്ന്. പെങ്ങളെ 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി. ഓതണമെന്നില്ല, ചെയ്യണമെന്നില്ല, നോക്കിയാൽ തന്നെ. ഏതൊക്കെ 5 കാര്യങ്ങൾ? 1, അള്ളാഹുവിന്റെ കഅബാലയം. ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു ചെന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ പോവാനാ? അള്ളാഹു കഅബാലയം കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, ഖുർആനിൽ നോക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നോക്കുക. ഓതണമെന്ന് ഞാൻ പറയണില്ല, നോക്കിയാ മതി. ആ ഖുർആൻ തുറന്നു വെച്ചിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഉമ്മ, നീ ഖുർആൻ നോക്ക്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, ഉമ്മയുടെ മുഖത്ത് നോക്കുക. നമുക്ക് നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുഖത്ത് നോക്കുക. അതിത്തിരി പാടുള്ള കാര്യമാണ്. കാരണം ഉമ്മയുടെ ഗ്ലാമറൊക്കെ പോയി ഈ കിളവിന്നല്ലേ വിളിക്കുക. പുതിയ ഉമ്മയുടെ മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി. ആര് നോക്കാനാ? ഉമ്മയുടെ അടുക്കൽ പോകുവാനോ, ഉമ്മയുടെ മുഖത്ത് നോക്കുവാനോ, ഉമ്മയ്ക്ക് ഉമ്മ കൊടുക്കുവാനോ, ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? പറഞ്ഞങ്ങാതി ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? ഭാര്യക്ക് എവിടെ കൊടുക്കണ്ടേ? നീ ഒരു ഉസ്താദേ അല്ലേ? ചങ്ങാതി ഉമ്മായിക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഉമ്മയ്ക്ക് ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. ഓർമ്മയുണ്ടോ നിനക്ക്? ഇത്ര പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നല്ലോ. ഉമ്മായിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും കടിക്കാൻ മാറി കൊടുത്തിട്ടുള്ള പെണ്ണുങ്ങളൊന്ന് കൈപൊക്കിക്കേ. സുബ്ഹാനല്ലാഹ്. നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് നിന്റെ ഈ 10, 30, 40, 50 കൊല്ലം പ്രായമുള്ളവരുണ്ട്. ഈ പ്രായത്തിന്റെ ഇടയിൽ ഒരിക്കലെങ്കിലും തന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വാരിക്കൊടുക്കാൻ നിനക്ക് സമയമില്ലല്ലേ? ആലോചിക്കുക. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഉമ്മയുടെ മുഖത്ത് നോക്കുമോളെ, ഇബാദത്തിന്റെ കൂലിയ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസം വെള്ളം കുടിക്കുന്നതിന് മുമ്പൊന്ന് നോക്കണം. ചുമ്മാ ഇങ്ങനെ കുടിച്ചാ പോരാ. മഹത്തുക്കൾ പറയുന്നത് സംസം വെള്ളത്തിൽ നോക്കണമെന്ന്. നോക്കിയിട്ട് വേണം കുടിക്കാൻ. ഇബാദത്തിന്റെ കൂലി കിട്ടും. 5, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുക. നമ്മള് ഉസ്താദന്മാര് വഅദ് പറയുമ്പോ, തങ്ങന്മാര് വന്നിട്ട് ദുആ ചെയ്ത് ദിക്ർ പറയുമ്പോ തൂങ്ങുക, മൊബൈലിൽ നോക്കിയിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ വന്നിരുന്നിട്ട് പോലും. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആലിമീങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞത്? ഖുർആനിൽ നോക്കണം.
ഖുർആനിൽ നോക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രതിഫലം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്നത്തെ ഈ രാത്രി മുതൽ പടച്ചവരെ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും നിങ്ങൾ ഖുർആൻ ഓതണം. വെറുതെ ഓതിയാ പോരാ, കാണാതെ ഓതിയാ പോരാ, അറിയുന്ന സൂറത്താണെങ്കിലും കണ്ടോതണേ. കണ്ടോതുന്നതിന് 2 പ്രതിഫലം, കണ്ടോതുന്നതിന് 2 പ്രതിഫലം. 1 ഖുർആനിൽ നോക്കി ഓതിയ പ്രതിഫലം, 2 ഖുർആൻ ഓതിയ പ്രതിഫലം. കാണാതെ ഓതിയ ഖുർആൻ ഓതിയ പ്രതിഫലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്നു മുതൽ പടച്ചവനെ 114 അധ്യായമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഈ 114 അധ്യായങ്ങളിൽ ഏത് സൂറത്ത് ഓതണമെന്ന് നീ തീരുമാനിച്ചോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്ത്. ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ. ഈ 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ ദിവസവും ഖുർആൻ നോക്കിയിട്ട് ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? അതിത്തിരി മടിയുള്ള കാര്യമാണ്. എന്നാ പോട്ടെ, നിങ്ങളൊക്കെ തിരക്കുള്ളവരല്ലേ, ജോലി തിരക്കുള്ളവരല്ലേ, ഒരു സൂറത്ത് ഓതണ്ട, ഒരായത്തോതുവോ? കൈവക്ക് ഓതാന്ന് നീയത്തിയുന്നത്. അള്ളാന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൈപൊക്കറോ? അരകയ്യന്മാരെ ഒന്നും അള്ള അവിടെ കേറ്റൂല. പൊക്കണമെങ്കിൽ പൊക്കിക്കോ. ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അള്ള നിനക്ക് ചേച്ചിരിക്കണവരും പൊക്കിക്കോ. ചിലപ്പോ ഈ പൊക്കിയതിന്റെ പേരിലായിരിക്കും അള്ള സ്വർഗം തരുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉറക്കപ്പറ അള്ള രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി പൊക്കാത്തവൻ പൊക്കണ്ട, ഇനി പൊക്കാത്തവൻ പൊക്കണ്ട. മതകളകുന്ന ആന വന്നാലും ഞാൻ നെഞ്ചു വിരിച്ച് നിൽക്കും. ഉസ്താദെ, നിന്റെയൊക്കെ വാപ്പാടെ പ്രായമുള്ളവര് വഴുത് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടില്ല. അങ്ങനെയല്ല ആൾക്കാരുണ്ടല്ലോ. ഉസ്താദിനെക്കാളും വലിയ കൊലകൊമ്പന്മാര് വന്നിട്ട് നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയും റമളാൻ മാസവും 27-ാം രാവും വെള്ളിയാഴ്ച ഒരുമിച്ച് വന്നിട്ട് ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല. പിന്നെ ഇപ്പം നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആദ്യം അത് കേക്ക്. ഖുർആനിലെ ഒരായത്ത് ഓത്, നിനക്ക് അല്ലാഹു നല്ല മരണം തരും. അതിനു പോലും മനസ്സില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു നിനക്കൊരു പ്രതിഫലം തരും. എന്തെന്നറിയോ? നീ ഈ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും, ആരൊക്കെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഈ ലോകത്തിന് ഏത് തങ്ങളോ വലിയോ പണ്ഡിതനോ ഈസാ നബി വന്ന് പറഞ്ഞു തന്നാലും, നീ മരിക്കണ സമയത്ത് ആര് നിനക്ക് പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങൂല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളോട് നീ പറയും, ഞാൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മക്കൾ അടുത്ത് വന്നിട്ട് പറയും, വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ വാപ്പ. അപ്പം വാപ്പ മക്കളോട് പറയും, ഞാൻ മരിക്കുന്നത് ഈമാൻ ഇല്ലാതെയാ, ഞാൻ മരിക്കുന്നത് കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇനി പറ, ഒരായത്ത് ഓതുവോ? എന്ന് കൈ വെക്കിക്കേ. കണ്ടാ, നേരത്തെ പൊങ്ങാത്ത കയ്യപ്പ പൊങ്ങിയത് കണ്ട ആമിന? ഇതാ പൊങ്ങല്. ഇതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായത്താ ഓതേണ്ടത്? ഏതായത്താ ഓതേണ്ടത്? പ്രയോജനമുള്ള ആയത്തോത്. ഏതെങ്കിലും ആയത്തോതണ്ട. ഈ ആയത്ത് ഏതായത്തോതണമെന്നറിയോ? അല്ലാഹുവേ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. സ്വർഗം വേണോ? സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും ഈ ആയത്തോതിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും ഈ
ആയത്ത് ഓതിയാൽ അവന് സ്വർഗമല്ലാതെ വേറെ പ്രതിഫലമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. ഏതായത്തും അറിയുമോ? ഏതായത്തും അറിയുമോ? ഓതാ തീരുമാനിച്ചവര് ആദ്യം പ്രതിഫലങ്ങൾക്ക്, ആകെ പ്രതിഫലങ്ങൾക്ക് ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്. ജനിച്ചപ്പോഴേ മുസ്ലിമല്ല, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്. പടച്ചവനെ 8 കൊല്ലമാണ് മുസ്ലിമായി ജീവിച്ചത്. 8 വർഷക്കാലം പടച്ചവനെ സഅദ് ഇബ്നു മുആദ് തങ്ങള് 8 വർഷമാണ്, 8 കൊല്ലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ സിംഹാസനം അവിടുന്ന് കുലുങ്ങുകയാണ്, അവിടുന്ന് കുലുങ്ങുകയാണ്. പടച്ചവനെ മയ്യത്ത് കണ്ടവരാരും മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. ജനാസ കാണാൻ വരുന്നവര് മുഴുവനും മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കാരണം അത്ര മനോഹരമായ മരണമാ. മുഖത്ത് വല്ലാത്ത പ്രകാശമാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. പടച്ചവനെ സഅദ് ഇബ്നു മുആദ് തങ്ങള് സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചു കിടന്നപ്പോ അവിടുത്തെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. നമുക്കും വേണ്ടത് ഇതല്ലേ, നമുക്കും വേണ്ടത് ഇതല്ലേ? മരിച്ചു കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവര് മുഴുവനും കൊതിക്കണം, കൊതിക്കണം, കൊതിക്കണം. എന്തൊരു മരണമാല്ലോ, എന്തൊരു ചിരിയാല്ലോ, എന്തൊരു പ്രകാശമാല്ലോ. മരിച്ചു കിടക്കുന്ന സമയത്ത് ചിരിക്കണമടി പൊന്നുമോളെ. നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു ഭർത്താവ് എപ്പോഴും നിന്നെ കുറ്റം പറയുമല്ലോ. ഇക്കമാരെ, ഉപ്പമാരെ, നിനക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ നിന്റെ കൂടെ വരാറില്ലല്ലോ. പക്ഷേ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പയ്യങ്കയിലെ നിന്റെ വീടിന്റെ അകത്ത് കടത്തിയിട്ട് അവസാനം നിന്റെ ഭാര്യയോട് പറയുന്നു, കാണണമെങ്കിൽ കണ്ടോ. വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് കുടുംബക്കാര് ചെന്നിട്ട് പറയുമ്പോ നിന്റെ ഇച്ചാനെ കൊണ്ടുപോകാൻ പോകുകയാ. കാണണമെങ്കിൽ അവസാനമായിട്ടൊന്ന് കണ്ടോ. നിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ കറുത്ത ഗ്ലാമറില്ലാതെ ജീവിച്ചിരുന്ന നിന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ നിന്റെ ഭാര്യ പോലും പറഞ്ഞില്ലേ, എന്തൊരു ഗ്ലാമറാ. എനിക്ക് മരിച്ചു കിടന്നപ്പോ നിങ്ങളെ പറയും മോളെ, നിന്റെ ഭർത്താവ് പറയണം, എന്റെ ഭാര്യയുടെ മുഖത്തെ പ്രകാശം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെയാണ് മരിക്കേണ്ടത്, ഇതുപോലെയാണ് മരിക്കേണ്ടത്. അതിനുള്ള ഒന്നാമത്തെ വഴിയാ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. പടച്ചവനെ, എല്ലാവരും അവിടുത്തെ മുഖത്തെ പ്രകാശം കണ്ടു, എല്ലാവരും അവിടുത്തെ മുഖത്തെ പ്രകാശം കണ്ടു. അല്ലാഹുവേ, മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്തു വെച്ചു. എന്നിട്ട് ജനാസ ചുമക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. സ്വഹാബികളെ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തള്ളവിരൽ കുത്തിയിട്ടാണ് നടന്നുപോയത്. പടച്ചവനെ, അതാ സഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിനു ഭാരമില്ല നബിയേ. നമ്മളിൽ പലരുമുണ്ടല്ലോ നല്ല ആരോഗ്യമുള്ള തടിയുള്ള മനുഷ്യനാ, പക്ഷേ മയ്യത്ത് കട്ടില് തോളിൽ വെക്കുമ്പോ ഭാരം തോന്നാറില്ലല്ലോ. അല്ലാഹുവിന്റെ
റസൂലിനോട് സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ. എന്തുകൊണ്ടാണ് തള്ളവിരൽ കുത്തികെട്ട് നടന്നത്? സ്വഹാബാ, സ്ഥലമില്ല സ്വഹാബാ, കാലുകുത്താ സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് കാലുകുത്താ സ്ഥലം കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ജനാസ ഈ പയ്യങ്കി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ മലക്ക് ചുമക്കണമടി പൊന്നുമോള്. എന്റെ ചെറുപ്പക്കാരികളോ പറയുകയാ, നിന്റെ മയ്യത്ത് ചുമക്കേണ്ടതും മലക്കുകളാ. അവളാണ് ഭാഗ്യവതി, അവളാണ് ഭാഗ്യവതി. എന്റെ ഉമ്മമാരെ, സീരിയല് കണ്ടിട്ട് കരയുന്ന ഉമ്മ, നാണമില്ലേ ഉമ്മ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ ഉമ്മ? എങ്ങനെയാ നിനക്ക് കരയാൻ തോന്നുന്നത്? ഒരുപാട് രോഗങ്ങൾ നിനക്കുണ്ട്. നിന്റെ മുടി നരച്ചില്ലേ? അത് മരണത്തിന്റെ അടയാളമല്ലേ? മുടി നരയ്ക്കുന്നത് മരണത്തിന്റെ അടയാളമല്ലേ? എന്തേ നിനക്ക് നന്നാകാൻ കഴിയാത്തത്? മഗ്‌രിബിന്റെ സമയം മുതൽ രാത്രി 9 മണി വരെ ടിവിയുടെ പെണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ കള്ളുകുടിയനും പെണ്ണുപിടിയനും നിസ്കരിക്കാത്തവനും വൃത്തികെട്ട ജീവിതം നയിക്കുന്നവരല്ല ചുമക്കേണ്ടത്. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കണം. അവളാണ് പെണ്ണ്, അവളാണ് സ്വാലിഹത്തായ പെണ്ണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ, വാപ്പാ, മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കണം, നിന്റെ ജനാസ നിസ്കരിക്കാൻ 70,000 VVIPകൾ വരണമുപ്പാ. അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നതിനെക്കാളും പവറാ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത, അല്ലാഹുവിനെ വാഴ്ത്തുകയും അല്ലാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 70,000 മലക്കുകൾ നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വരണ്ടേ? അതിനല്ലേ മരണമെന്ന് പറയുന്നത്. ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങാനുള്ളതല്ല, ഇത് അധികാരം കൊണ്ട് വാങ്ങാനുള്ളതല്ല, ഇത് കുടുംബ മഹിമ പറഞ്ഞിട്ട് കിട്ടുന്ന കാര്യമല്ല. പയ്യങ്കി പള്ളിയിൽ പലരെയും വെള്ളിയാഴ്ച ദിവസം കൊണ്ട് വെച്ചല്ലോ നിസ്കരിക്കാൻ സമ്പണ്ണിയപ്പോ പള്ളി മുഴുവനും നിറഞ്ഞില്ലേ? നീ തന്നെ ചിന്തിച്ചില്ലേ, ഇവൻ എന്ത് പുണ്യം ചെയ്തതിന് അല്ലാഹു കൊടുത്തതാ? ഇവൻ എന്ത് ചെയ്തിട്ടാണ് റബ്ബ് ഇവൻ ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? മോളെ, നല്ല മരണം വേണോ? നിന്റെ ജനാസ മലക്ക് ചുമക്കുകയാ. തങ്ങള് തങ്ങളുടെ ജനാസ ചുമന്നത് മലക്കുകളാ. അല്ലാഹുവിന്റെ റസൂലിന് കാലുകുത്താ സ്ഥലം കിട്ടിയില്ല, തള്ളവിരൽ കുത്തികെട്ടാണ് നടന്നു പോയത്. ഇനി നിനക്ക് ചരിത്രമറിയുമോ? ഇനി നിനക്ക് ചരിത്രമറിയുമോ? ഇവിടത്തെ പള്ളിയിലെ കബറ് കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ, ചെറുപ്പക്കാരോ, ഇവിടത്തെ പള്ളിയിലെ കബറ് വെട്ടുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ ചെന്നിട്ട് ചോദിക്കടാ. ആരെയെങ്കിലും കബറടക്കാർ, ആരെയെങ്കിലും കബറടക്കാർ കുഴിയെടുത്തപ്പോ, കബറ് കുഴിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? കബറടക്കുന്നതിന് വേണ്ടി കബറ് കുടിക്കുമ്പോ മണ്ണിന് സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. 6 അടി മണ്ണിലെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന് പോലെ സുഗന്ധമാ പെങ്ങള്. അതാ കബറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിന്റെ പണിയൊക്കെ പൂർത്തിയായി അവസാന കബറിനടിയിൽ നിന്ന് മണ്ണ് വാരിയെടുക്കുകയാ. അവസാനം കബറിനടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുമ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് മടിയിൽ വെക്കുകയാണ്. കാരണം സുഗന്ധമടിക്കുന്നു, മണ്ണിന് പോലും സുഗന്ധമാണ്. ആരും കാണാതെ മടിയിൽ വെച്ചു, ആരും കാണാതെ
ജനാദ മടിയിൽ വെച്ചു. കബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ കബർ കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ അരയിലിരിക്കുന്ന മണ്ണിന് സുഗന്ധമാ, തന്റെ അരയിലിരിക്കുന്ന മണ്ണിന് പോലെ സുഗന്ധമാ. ഈ കബർ കുടിച്ച മനുഷ്യൻ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണ്. തങ്ങളെ സ്വപ്നം കാണുകയാ, തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകളുടെ തിരക്കായിരുന്നല്ലോ, നിന്റെ കബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. ഇതെങ്ങനെയാ ഇതെങ്ങനെയാ ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? സഅദ് റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതിന് റബ്ബനിക്ക് തന്നതാ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. ഒന്ന് ഖുർആൻ ഓതി, രണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ചു. ഇതിന് പടച്ച റബ്ബനിക്ക് തന്ന പ്രതിഫലമാ. ചരിത്രമല്ലേ പെങ്ങള്, ചരിത്രമല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ ഇന്ന് വരെയുള്ളത് പോകട്ടെ, ഇവിടെ വരുന്നതിന് മുമ്പ് വരെയുള്ളത് മുഴുവനും പോകട്ടെ. ഇൻഷാ അല്ലാഹ് മറക്കില്ല ഉസ്താദേ, നിങ്ങൾ പറഞ്ഞു തരുന്ന ആയത്ത് ഞാൻ മറക്കൂല. പടച്ചവനെ മരിക്കുന്ന കാലം വരെ എല്ലാ ദിവസവും ഞാൻ ഓതും ഉസ്താദ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കും ഉസ്താദ്. പലരും പറയുമല്ലോ ഉസ്താദേ സമാധാനമില്ല, പലരും പറയും ഉസ്താദേ സമാധാനമില്ല, വീടിന്റെ അകത്ത് സമാധാനമില്ല, ഭാര്യയും മക്കളും തമ്മിൽ, പടച്ചവനെ കൂടപ്പറപ്പുകൾ തമ്മിൽ അടിയും ബഹളവും. വീടിന്റെ അകത്ത് സമാധാനമില്ലാത്ത എത്രയോ പേരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്ത്